പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം കൂടി കർത്താവിൻ്റെ തിരുവചനം പറയാൻ കഴിഞ്ഞതിൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നോളം തന്ന എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും ഈശോയോട് നന്ദി പറയുന്നു. യേശുവേ, ഇതൊന്നും ഞങ്ങളുടെ കഴിവും മഹത്വവുമല്ല, അവിടെ നൽകിയ ദാനം മാത്രമാണ് ഇതെല്ലാം. ഈ ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമ്മളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നിയോഗങ്ങളും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുമാർവിലേക്ക് അത് സമർപ്പിക്കുന്നു. അവിടുന്ന് നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. എല്ലാ വേദനകളും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമ്മളെ അനുഗ്രഹിച്ച് ആ വേദനയ്ക്കൊരു ഉത്തരം നൽകുവാൻ കർത്താവെ നീ ഇടതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ആമേൻ. കർത്താവിൻ്റെ തിരുവചനത്തിൽ പറയുകയാണ്, നാം രാവും പകലും കർത്താവിൻ്റെ തിരുവചനം ഏറ്റുപറഞ്ഞുകൊണ്ട് നടക്കണം. നാവിലൂടെ മാത്രമല്ല, നാം ഹൃദയത്തിലൂടെയും അത് ഏറ്റെടുക്കുക വേണം. ഹൃദയത്തിലൂടെ ഏറ്റെടുക്കുമ്പോഴാണ് നാം കർത്താവിനെ സ്നേഹിക്കുന്നത്. ഈശോയുടെ തിരുവചനത്തിലൂടെ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും അവിടുന്ന് നിത്യജീവൻ പ്രാപിക്കാനുള്ള കൃപ ഈ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ, അതിന് നമുക്ക് സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ തിരുവചനം ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ഈ വചനങ്ങൾ നാം രാവും പകലും ധ്യാനിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ മഹത്വം ഈശോയ്ക്ക്. നന്ദി.